ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഞങ്ങളിവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. കഴിഞ്ഞ വീക്കെൻഡ് മദേഴ്സ് ഡേ സ്പെഷ്യൽ വീക്കെൻഡ് ആയിരുന്നു. വീക്കെൻഡിൽ ഞങ്ങൾക്ക് കൊച്ചി വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ കൊച്ചിയിൽ തന്നെ മദേഴ്സ് ഡേ വളരെ ചെറിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. കുറച്ചധികം നാളായി എൻ്റെ ഇൻസ്റ്റാ ഫീഡ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു റെസ്റ്റോറൻ്റാണ് ഗ്രാൻഡ് ഓൺട്രേ. എന്നാൽ പിന്നെ ലഞ്ച് അവിടെ ആകാമെന്ന് തീരുമാനിച്ചു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, പക്ഷെ ഒരുപാട് ടൈം വെയിറ്റ് ചെയ്യേണ്ടി ഒന്നും വന്നില്ല. കയറി ചെന്നപ്പോഴേ അവിടുത്തെ ആംബിയൻസ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ അവിടുത്തെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് തന്ന ഫ്രഷ് ജ്യൂസും പ്രത്യേകിച്ച് അതിൻ്റെ പ്രസന്റേഷനും അടിപൊളിയായിരുന്നു. സാധാരണ എപ്പോഴും ഓർഡർ ചെയ്യുന്ന ഫുഡുകൾക്കൊപ്പം സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്ത ഒരു ഐറ്റമാണ് ഈ കാണുന്നത്, മാംഗോ സ്റ്റിക്കി റൈസ്. ഇതിനെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു. റോജിനും മോനും അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്കും മോൾക്കും ഇഷ്ടപ്പെട്ടു. ബാക്കി ഫുഡെല്ലാം അടിപൊളിയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊച്ചിയിൽ വേറെ കുറച്ച് എൻഗേജ്മെന്റ്സ് ഉണ്ടായിരുന്നു. അവിടുന്ന് നേരെ ഇറങ്ങി അതെല്ലാം തീർത്തിട്ട് പിന്നെ പോയത് ഒരു ചെറിയ ഷോപ്പിങ്ങിനാണ്. മദേഴ്സ് ഡേ ആയിട്ട് അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഗിഫ്റ്റ് അമ്മ തന്നെ സെലക്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞെങ്കിലും എനിക്ക് മേടിക്കാൻ മടിയായിരുന്നു. ഈയിടെ ബർത്ത്ഡേ ആയിട്ട് കുറച്ചധികം ഷോപ്പിംഗ് ചെയ്തിരുന്നു. പക്ഷെ ബാഗ്സും ഡ്രസ്സൊക്കെ കണ്ടപ്പോൾ ചെറുതായിട്ട് എൻ്റെ കൺട്രോൾ പോയോ എന്ന് സംശയമില്ലാതില്ല. അതുകൊണ്ട് കുറച്ച് പർച്ചേസിങ് നടത്തി. പിന്നെ അവിടുന്ന് ഡിന്നറിനായി പോയത് ഡേ പുട്ടിലേക്കാണ്. ഇവിടെയും കുറച്ചധികം തിരക്കുണ്ടായിരുന്നു. ഇതിനു മുമ്പ് പല പ്രാവശ്യം വന്നിട്ടുള്ളത് കൊണ്ട് ഈ തിരക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചു തന്നെയാണ് വന്നത്. ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ കയറിയത്. കുറച്ച് പേഷ്യൻസ് ഉണ്ടെങ്കിൽ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡ് ട്രൈ ചെയ്യാൻ ഇതൊരു അടിപൊളി സ്പോട്ടാണ്. ആസ് യൂഷ്വൽ ഞങ്ങൾക്ക് ഇവിടെ ഫേവറേറ്റ് ഫുഡിന്റെ കൂടെ കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടുന്ന ഈ മസാല കട്ടൻ ചായയാണ്. ഇത് എത്ര വേണമെങ്കിലും നമുക്ക് വീണ്ടും വീണ്ടും തരും. പുട്ടിന്റെ കൂടെ ഇതിലും അടിപൊളി ഒരു കോമ്പിനേഷൻ ഡ്രിങ്ക് വേറെയില്ല. അങ്ങനെ അവിടുന്ന് വെറൈറ്റീസ് ഓഫ് പുട്ടൊക്കെ ട്രൈ ചെയ്ത് ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് തിരിച്ച് പാലായിലേക്ക് പോന്നു.